ഇസ്രയേലിൽ മരിച്ച യുവാവിൻ്റെ ഭാര്യ ജീവനൊടുക്കിയ നിലയിൽ. മരിച്ചത് ജെറൂസലമിനടുത്ത് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച ജിനേഷിൻ്റെ ഭാര്യ രേഷ്മ. ബത്തേരി, വയനാട്. ജൂലൈയിൽ ഇസ്രയേലിലെ ജെറൂസലമിനടുത്ത് മേവസരേട്ട് സിയോനിയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ബത്തേരി കോളിയാടി പെലക്കുത്ത് ജിനേഷ് പി. കുമാരൻ്റെ ഭാര്യ രേഷ്മ 34 മരിച്ചു. കോളിയാടിയിലെ വീട്ടിൽ വിഷം ഉള്ളിൽ ചെന്ന് അവശനിലയിലായ രേഷ്മ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി 9 മരണം. കെയർ ഗീവറായി ജോലി ചെയ്തിരുന്ന ജിനേഷിനെ തൂങ്ങി മരിച്ച നിലയിലും വീട്ടുടമസ്ഥയെ കുത്തേറ്റു മരിച്ച നിലയിലും കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം നടക്കുന്നുണ്ടെങ്കിലും കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല. വയോധികയുടെ ഭർത്താവിനെ പരിചരിക്കുന്ന ജോലിയായിരുന്നു ജിനേഷിന്. കാരണം കണ്ടെത്താൻ കഴിയാത്തതിൽ കുടുംബാംഗങ്ങൾ ഏറെ പ്രയാസത്തിലായിരുന്നു. രേഷ്മയും മാനസികമായി തകർന്ന നിലയിലായിരുന്നു. സംസ്കാരം ഇന്ന് രാവിലെ 10:30. മകൾ ആരാധ്യ എന്ന തമ്പുരു. മറ്റൊരു റിപ്പോർട്ട് ഇങ്ങനെ വായിക്കാം. ഇസ്രയേലിൽ മരിച്ച യുവാവിൻ്റെ ഭാര്യയും മരിച്ചു. സുൽത്താൻ ബത്തേരി. 5 മാസം മുമ്പ് ഇസ്രയേലിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സുൽത്താൻ ബത്തേരി കോളിയാടി സ്വദേശി ജിനേഷ് പി. സുകുമാരൻ്റെ 38 വയസ്സ്, ഭാര്യ രേഷ്മ 34 വയസ്സ് മരിച്ചു. വിഷം കഴിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ ജൂലൈ 4 ഇസ്രയേലിലെ 80 വയസ്സുള്ള സ്ത്രീയെ കൊലപ്പെടുത്തിയ ശേഷം ജിനേഷ് ആത്മഹത്യ ചെയ്തെന്ന വിവരം ലഭിച്ചത്. എന്നാൽ മറ്റൊരാൾ വയോധികയെ കൊലപ്പെടുത്തിയ ശേഷം ജിനേഷിനെ കൊലപ്പെടുത്തി ആണ് പിന്നീട് ലഭിച്ച റിപ്പോർട്ട്. മകൾ തമ്പുരു. മാതാപിതാക്കളാണ് കുട്ടികളുടെ ശക്തി. 9 മാസത്തോളം ഗർഭത്തിൽ ശിശുവിനെ പോഷിപ്പിക്കുന്ന മാതാവിനോടാണ് ഒരാൾക്ക് ഏറ്റവും കടപ്പാട് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആരോടാണ് കടപ്പാടെന്ന ചോദ്യം 3 പ്രാവശ്യം ആവർത്തിച്ചപ്പോഴും നബി മാതാവിനെ തന്നെയാണ് പറഞ്ഞത്. 4ാം തവണയാണ് പിതാവിൻ്റെ പേര് പറഞ്ഞത്. ഇപ്പോൾ തമ്പുരുവിന് മാതാവും പിതാവും നഷ്ടപ്പെട്ടു. മക്കളുടെ വളർച്ചാകാലം മാതാപിതാക്കൾ നഷ്ടപ്പെട്ടാൽ അത് അവരുടെ ഭാവിയെ ബാധിക്കും. മറ്റുള്ളവർ ആരായാലും അതിന് പകരമാവില്ല. തമ്പുരു എന്ന കുട്ടിക്കും 5 മാസം മുമ്പേ പിതാവിനെ നഷ്ടപ്പെട്ടു. ആ സംഭവത്തിൻ്റെ ഷോക്കിൽ ഇപ്പോഴിതാ തമ്പുരുവിൻ്റെ മാതാവും ആത്മഹത്യ ചെയ്തിരിക്കുന്നു. ഈ 5 മാസം അവർ പിടിച്ചു നിന്നു. കുട്ടിയുടെ ഭാവി ജീവിതം മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകും എന്നതൊക്കെ ഈ ആത്മഹത്യക്ക് കാരണമായിരിക്കാം. ഒരു കാര്യത്തിൽ രേഷ്മയെ അഭിനന്ദിക്കണം. ആ കുട്ടിയെ വെറുതെ വിട്ടു. പലരും ആത്മഹത്യയിൽ മക്കളെ കൂടി നിർബന്ധിച്ചു കൂട്ടിക്കൊണ്ടുപോകും. അത് ഈ രേഷ്മ ചെയ്തില്ല. അത്രയും നല്ലത്. എന്നാലും മാതാപിതാക്കളില്ലാത്ത ജീവിതം വളരെ ദുഷ്കരമായിരിക്കും ആ കുട്ടിക്ക്. ഇത് തടയാൻ രേഷ്മയുടെ ആത്മഹത്യ തടയാൻ കഴിയുമായിരുന്നല്ലേ? തീർച്ചയായും കൗൺസിലിങ്ങിൽ കൂടി ഈ ആത്മഹത്യയെ തടയാൻ കഴിയുമായിരുന്നു. 5 മാസം ഓരോ മാസം ഒരു സൈക്കോളജിസ്റ്റ് ഗവൺമെൻറ് തലത്തിൽ നിന്നും വന്ന് ഇവർക്ക് കൗൺസിലിംഗ് കൊടുത്തിരുന്ന രേഷ്മയും അവളുടെ കുട്ടിയും രക്ഷപ്പെടുമായിരുന്നു. ആത്മഹത്യ ഉൾപ്പെടെയുള്ള എല്ലാത്തരം സൈക്കോളജിക്കൽ ഇംബാലൻസുകളെയും മാറ്റിയെടുക്കാൻ നമുക്ക് ഇന്ന് കഴിയും. അതിന് ഗവൺമെൻറ് PHC തലത്തിൽ സൈക്കോളജിസ്റ്റുകളെ വെക്കുകയും അവർ എല്ലാ മാസവും വീടുകളിൽ വന്ന് അംഗങ്ങളുടെ ക്ഷേമങ്ങൾ അന്വേഷിക്കുകയും വേണം. അങ്ങനെ അവർക്ക് നല്ല ഒരു ജീവിതം നൽകാൻ കഴിയും.